നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആഘോഷങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥ വില എന്താണ് എന്ന് മനസ്സിലാകണമെങ്കിൽ ഈ സ്വാതന്ത്ര്യം നമ്മൾ എങ്ങനെയാണ് നേടിയെടുത്തത് എന്നതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി ബോധവാന്മാരായിരിക്കണം. ഒരുപാട് കാലഘട്ടങ്ങൾ നീണ്ടുനിന്ന വിവിധങ്ങളായിട്ടുള്ള സ്വാതന്ത്ര്യ സമരങ്ങളിലൂടെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് നമുക്കറിയാം. ആ സമരചരിത്രങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏടാണ് 1942 അരങ്ങേറിയ ഭാരത് ജോഡോ ആന്തോളൻ, ഓഗസ്റ്റ് വിപ്ലവം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ക്വിറ്റ് ഇന്ത്യ സമരം. ആ ഒരു ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ചരിത്രമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു സമരത്തിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1939 രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. ആ ഒരു സമയത്ത് ഇന്ത്യ ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു എന്ന് നമുക്ക് കാണാം. അപ്പോൾ ബ്രിട്ടൻ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് മാത്രമല്ല, ബ്രിട്ടൻ്റെ എല്ലാ കോളനികളും എല്ലാ പ്രദേശങ്ങളും ഈ യുദ്ധത്തിൻ്റെ ഭാഗമാണ് എന്ന് അവർ യൂണിലാറ്ററലായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡിയുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആൾക്കാരെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ള കോൺഗ്രസ് പോലെയുള്ള പല രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. ആരോടും ഡിസ്കസ് ചെയ്യാതെയാണ് ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന് കാണാം. ഇതിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒക്കെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനമെടുക്കുകയാണ്. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് ബ്രിട്ടനെതിരെ ഇന്ത്യക്കുള്ളിൽ നിന്നും വലിയ രീതിയിലുള്ള സമരങ്ങളൊന്നും നടത്തണ്ട. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെമോക്രസിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും നാസിസം, ഫാസിസം പോലെയുള്ള ഐഡിയോളജികൾക്കെതിരെയൊക്കെ ആയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ അവരെ ശല്യപ്പെടുത്തേണ്ട, അല്ലെങ്കിൽ അവർക്കൊരു തലവേദന ഉണ്ടാക്കണ്ട എന്നൊരു തീരുമാനം കോൺഗ്രസ് എടുക്കുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ ഇന്ത്യൻ പട്ടാളക്കാരൊക്കെ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ ഭാഗമായി യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണ്ട എന്നുള്ളൊരു തീരുമാനവും എടുക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാസിസവും ഫാസിസവും ഒക്കെ പോലെ തന്നെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഉള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ സ്വതന്ത്രമാവുന്നിടം വരെ ബ്രിട്ടീഷുകാർക്ക് ഈ യുദ്ധത്തിൽ പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൊടുക്കണ്ട എന്നുള്ള ഒരു തീരുമാനവും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഒരു 1940 ആയപ്പോഴത്തേക്കും ബ്രിട്ടീഷുകാർ ഉൾപ്പെടുന്ന സഖ്യകക്ഷികൾക്ക് ചെറിയ രീതിയിലുള്ള തിരിച്ചടികൾ കിട്ടാൻ വേണ്ടി ആരംഭിക്കുകയാണ്. അപ്പോൾ ഏത് വിധേനയും ഇന്ത്യയുടെയൊക്കെ പരിപൂർണമായിട്ടുള്ള സപ്പോർട്ട് മേടിച്ചെടുക്കണം എന്നുള്ളൊരു പ്രഷർ ബ്രിട്ടൻ്റെ മുകളിൽ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് നേടിയെടുക്കുന്നതിന് വേണ്ടി 1940 ഓഗസ്റ്റിൽ അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ലില്ലിൻഗോ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുകയാണ്. ഇതിനെയാണ് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴുള്ള ഭരണത്തിൽ ഇന്ത്യക്കാർക്ക് കുറച്ചുകൂടി പ്രാതിനിധ്യം നൽകാം. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോഡി. അതിൻ്റെ ഉള്ളിൽ ഇന്ത്യക്കാരുടെ റെപ്രസെൻറ്റേഷൻ വർദ്ധിപ്പിക്കാമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളും ഈ ഓഗസ്റ്റ് ഓഫറിൽ പറയുന്നത് കാണാം. പക്ഷേ 1930 തന്നെ കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനമെടുത്തിരുന്നു. പൂർണ്ണ സ്വരാജ്, കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് അല്ലാതെ മറ്റൊന്നും അവർക്ക് വേണ്ട എന്നാണ് കോൺഗ്രസ് പാർട്ടി പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രപ്പോസലിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കൃത്യമായി ഒന്നും പറയാത്തതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഈ ഓഗസ്റ്റ് ഓഫർ റിജക്റ്റ് ചെയ്യുന്നു. മറ്റ് പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടികളെല്ലാം തന്നെ ഈ ഓഗസ്റ്റ് ഓഫർ റിജക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മാഗാന്ധിയോട് പറയുകയാണ് ചെറിയ രീതിയിലുള്ള ഒരു സമര പരിപാടി മുന്നോട്ട് വെക്കണമെന്ന്. അപ്പോൾ മഹാത്മാഗാന്ധി മുന്നോട്ട് വെക്കുന്ന ഐഡിയയാണ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹ എന്ന് പറയുന്നത്. അതായത് മഹാത്മാഗാന്ധിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും നേതൃത്വത്തിൽ സത്യാഗ്രഹികളെ ഓരോരുത്തരായിട്ട് തിരഞ്ഞെടുക്കും. ഈ സത്യാഗ്രഹികൾ കൃത്യമായ സത്യാഗ്രഹ സമരം നടത്തുകയും മാത്രമല്ല അവരായിരിക്കുന്ന മേഖലകളിലെ ജനങ്ങളുടെ മുന്നിൽ ഇവർ പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്യും. ഈ പ്രസംഗത്തിൽ അവർ യുദ്ധത്തിനെതിരെയാണ് എന്നും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരൊക്കെ പോരാടുന്ന നാസിസത്തിനും ഫാസിസത്തിനും എതിരെയാണെന്നും, എന്നാൽ അതേസമയം തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തുന്ന ഭരണത്തിനെതിരെയാണെന്നും കൃത്യമായിട്ട് ആളുകളുടെ അടുത്ത് സംസാരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സത്യാഗ്രഹ സമരം നടത്തുന്ന ആളുകളെ തീർച്ചയായിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യും. ഇനി ആരെയെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ ഇവരെല്ലാവരും ഡൽഹിയിലേക്ക് മാർച്ച് നടത്തണം. ഈ മാർച്ച് നടത്തുന്ന സമയത്ത് അവർ കടന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ ഒരു ആശയം പ്രചരിപ്പിക്കുകയും ചെയ്യണം. ഇതിനെയാണ് ദില്ലി ചലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇൻഡിവിജ്വൽ സത്യാഗ്രഹം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. വിനോബാ ഭാവെ എന്ന് പറഞ്ഞിട്ടുള്ള ആളെ ഒന്നാമത്തെ സത്യാഗ്രഹിയായിട്ട്, പിന്നീട് ജവഹർലാൽ നെഹ്റുവിനെ രണ്ടാമത്തെ സത്യാഗ്രഹിയായിട്ട് ഇങ്ങനെ സത്യാഗ്രഹികളെ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ 1941 മെയ് മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഈ സമരത്തിൻ്റെ ഭാഗമായി ഏകദേശം 25,000-ഓളം ആളുകളെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുകയും ഈ സമരം ഏറെക്കുറെ അവസാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷുകാർക്കും സഖ്യകക്ഷികൾക്കുമെതിരെയുള്ള തിരിച്ചടികൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളെയും കീഴ്പ്പെടുത്താൻ ഹിറ്റ്ലറുടെ പട്ടാളത്തിന് സാധിക്കുന്നു എന്ന് മാത്രമല്ല, ജപ്പാൻകാർ യുദ്ധത്തിലേക്ക് കടന്നു വരികയും അമേരിക്കയുടെ പേൾ ഹാർബർ ആക്രമിക്കുകയും ഇന്തോനേഷ്യ, ഇൻഡോ ചൈന, മലേഷ്യ, ഇന്നത്തെ മ്യാൻമർ പോലെയുള്ള സ്ഥലങ്ങളെ ആക്രമിച്ച് ഇന്ത്യയുടെ പടിവാതിൽക്കൽ വരെ ഈ രണ്ടാം ലോക മഹായുദ്ധം എത്തിച്ചേരുകയും ചെയ്യുന്നു.
അപ്പോൾ ഈ ഒരു സമയത്ത് ഇന്ത്യക്കാരുടെ പരിപൂർണമായിട്ടുള്ള സപ്പോർട്ട് മേടിച്ചെടുക്കുക എന്നുള്ളൊരു പ്രഷർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മുകളിൽ വരികയാണ്. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളുടെ ഒരു പ്രഷർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള വിൻസ്റ്റൺ ചർച്ചിലിന് മുകളിൽ വരുന്നു. അപ്പോൾ ഇന്ത്യക്കാരെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു മിഷനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് പറഞ്ഞയക്കുകയാണ്. ബ്രിട്ടീഷ് ക്യാബിനറ്റ് മിനിസ്റ്ററായിട്ടുള്ള സർ സ്റ്റാഫോർഡ് ക്രിപ്സിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മിഷൻ 1942 മാർച്ച് മാസത്തിൽ ഇന്ത്യയിലെത്തുന്നു. ഇതിനെയാണ് ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രിപ്സ് മിഷനും നേരത്തെ വൈസ്രോയ് മുന്നോട്ട് വെച്ചതുപോലുള്ള ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുകയാണ്. അതിനകത്ത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ് നൽകുമെന്നുള്ളതാണ്. ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ സ്വാതന്ത്ര്യമല്ല, ഇന്ത്യ ഒരു ഓട്ടോണമസ് റീജിയൻ ആയിരിക്കും, പക്ഷേ അത് ബ്രിട്ടീഷ് എംപയറുടെ കീഴിൽ മാത്രമായിരിക്കും. ഓസ്ട്രേലിയ, കാനഡ പോലെയുള്ള പ്രദേശങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ ഡൊമിനിയൻ സ്റ്റാറ്റസിലായിരുന്നു ഉള്ളതെന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച്, ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന നിർമ്മിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചും ഈ പറഞ്ഞുള്ള ക്രിപ്സ് മിഷനിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യക്ക് പൂർണ്ണമായി സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനെക്കുറിച്ച് ഒരു കാര്യവും ഈ ക്രിപ്സ് മിഷനിലും പറയാത്തതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയും മറ്റ് പ്രധാനപ്പെട്ട പാർട്ടികളുമെല്ലാം ഈ ക്രിപ്സ് മിഷൻ്റെ പ്രപ്പോസൽസിനെയും തള്ളിക്കളയുകയാണ്. മാത്രമല്ല ഒരു കാര്യവും കൂടെ വെളിവാകുന്നു. വിൻസ്റ്റൺ ചർച്ചിൽ ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് വെറും പേരിന് വേണ്ടി മാത്രമാണ്. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളുടെ പ്രഷർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള ഒരു താല്പര്യവും അവരുടെ ഭാഗത്തു നിന്നില്ല എന്നുള്ളൊരു കാര്യവും കൂടെ പുറത്തു വരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുമായിട്ട് ഇങ്ങനെ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് യാതൊരു കാര്യവുമില്ല. വലിയ രീതിയിലുള്ള ഒരു സമരം അവർക്കെതിരെ നടത്തിയാൽ മാത്രമേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ എന്ന് നമ്മുടെ നേതാക്കന്മാർ തിരിച്ചറിയുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സമരത്തെക്കുറിച്ച് അവർ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ 1942 ജൂലൈ മാസത്തിൽ വാർധ എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് വെച്ചിട്ട് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ ഒരു മീറ്റിംഗ് കൂടുകയും അവിടെ മഹാത്മാഗാന്ധിയെ ഇത്തരത്തിലുള്ളൊരു സമരം നടത്തുന്നതിൻ്റെ നേതൃത്വം ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു നോൺ വയലൻറ്റ്, നോൺ കോപ്പറേറ്റീവ് ആയിട്ടുള്ള മാസ് മൂവ്മെൻറ്റ് ഇന്ത്യ ഒട്ടാകെ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ അവർ പ്രിപ്പയർ ചെയ്യുകയാണ്. കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ വെച്ചിട്ട് ഈ റെസൊല്യൂഷൻ പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം അവിടെ എടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു തീരുമാനം കോൺഗ്രസ് പാർട്ടിയുടെ ഉള്ളിൽ ഉണ്ടായപ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ബ്രിട്ടീഷ് അധികാരികളുടെ ചെവിയിലെത്തുകയാണ്. അപ്പോൾ ഇത് പരാമർശിച്ചുകൊണ്ടുള്ളൊരു കത്ത് അന്നത്തെ വൈസ്രോയ് അദ്ദേഹത്തിൻ്റെ ലണ്ടനിലുള്ള കൗണ്ടർ പാർട്ടിന് അയക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ കത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ്: ഇങ്ങനെ ഒരു റെസൊല്യൂഷൻ തയ്യാറാക്കിയിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ആ റെസൊല്യൂഷൻ പാസ്സായി കഴിഞ്ഞാൽ ഇന്ത്യ കണ്ടതിലേക്കും വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു സമരമായിരിക്കും നടക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു സമരം ഈ ഒരു സാഹചര്യത്തിൽ നടക്കാൻ പാടില്ല. ഏത് വിധേനയും ആ സമരത്തെ അടിച്ചൊതുക്കണം, എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്യണം, വേണ്ടി വന്നാൽ അവരെ ആഫ്രിക്കയിലേക്ക് ഡീപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമാണ് അദ്ദേഹം ഈ കത്തിലൂടെ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള കത്തിടപാടുകളൊക്കെ നടക്കുമ്പോൾ 1942 ഓഗസ്റ്റ് മാസം 8 ബോംബെയിലെ ഗോവാലിക ടാങ്ക് മൈതാനത്ത് വെച്ചിട്ട് കോൺഗ്രസിൻ്റെ വലിയൊരു സമ്മേളനം നടക്കുകയാണ്. അപ്പോൾ ആ സമ്മേളനത്തിൽ വെച്ച് നേരത്തെ തയ്യാറാക്കിയ റെസൊല്യൂഷൻ ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി വളരെ പ്രസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം നടത്തുകയാണ്. ആ പ്രസംഗത്തിലെ ചില വാചകങ്ങൾ ഇങ്ങനെയാണ്: ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യം എന്നതിൽ കുറഞ്ഞതിലൊന്നും ഇനി ഞാൻ തൃപ്തനാവില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഞാനൊരു മന്ത്രം പകർന്നു നൽകുന്നു. ആ മന്ത്രം നിങ്ങളുടെ ഹൃദയത്തിൽ രേഖപ്പെടുത്തുക, ഓരോ ശ്വാസത്തിലും ഓർമ്മിക്കുക. മന്ത്രം ഇതാണ്: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. ഒന്നുകിൽ നമ്മൾ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിച്ച് മരിക്കും. എന്തു വന്നാലും ബ്രിട്ടൻ്റെ അടിമയായി നമ്മൾ ജീവിച്ചിരിക്കില്ല. അപ്പോൾ ഇത്തരത്തിൽ അവിടെ കൂടിയിരുന്ന എല്ലാ ആളുകളെയും ആവേശഭരിതരാക്കുന്ന മഹാത്മാഗാന്ധിയുടെ ഈ വാക്കുകളിലൂടെ 1942 ഓഗസ്റ്റ് മാസം 8 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ആരംഭിക്കുകയാണ്. ഈ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ബ്രിട്ടീഷുകാരും ഇത്തരം ഒരു സാഹചര്യത്തെ നേരിടാൻ റെഡിയായിരുന്നു. അപ്പോൾ അവരുടെ പ്ലാൻ്റെ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ സകലമാന നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഓഗസ്റ്റ് മാസം 9 രാവിലെ 5 മണിക്ക് തന്നെ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം അറസ്റ്റ് ചെയ്ത് തടവിലാക്കാൻ ബ്രിട്ടീഷുകാർക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയെ അവർ ബാൻ ചെയ്യുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ സകലമാന ഓഫീസുകളും കാര്യങ്ങളും എല്ലാം അവർ സീൽ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ നേതാക്കന്മാരില്ലാതെ പ്രവർത്തിക്കാനുള്ള സാഹചര്യമില്ലാതെ ഈ ഒരു സമരം ഇല്ലാതായിക്കൊള്ളും എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷുകാരുടെ പദ്ധതി. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ ശക്തമായിട്ടുള്ള വാക്കുകളിൽ ഇൻസ്പയർഡ് ആയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വരികയും ഹർത്താലുകളും പ്രൊസഷനും പോലെയുള്ള വിവിധ ആക്ടിവിറ്റികൾ നടത്തുകയും ചെയ്യുന്നു. ഇനി ഇത് മാത്രമല്ല, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് പുതിയ നേതാക്കന്മാർ ഉയർന്നു വരികയാണ്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ശ്രീമതി അരുണ ആസഫ് അലി ഈ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഓഗസ്റ്റ് 9 തന്നെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ ഡെമോൺസ്ട്രേഷന് അവർ നേതൃത്വം നൽകുകയാണ് എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പല അണ്ടർഗ്രൗണ്ട് ആക്ടിവിറ്റികളും ഇവരുടെ നേതൃത്വത്തിൽ നടക്കുകയും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് കാണാം.
ഇനി അതുപോലെ തന്നെ സുജേത കൃപലാനി, ഇവരുടെ നേതൃത്വത്തിലും പലതരത്തിലുള്ള അണ്ടർഗ്രൗണ്ട് ആക്ടിവിറ്റികൾ നടക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ബംഗാളിൽ നിന്നും ശ്രീമതി മാതാങ്കിനി ഹസ്ര തൻ്റെ 73-ാം വയസ്സിൽ ഏകദേശം 6000-ലധികം ആളുകൾ വരുന്ന ഒരു പ്രകടനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരെ വെല്ലുവിളിക്കുകയും ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷികളിൽ ഒരാളായിട്ട് മാറുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ആവേശകരമായിട്ടുള്ള കാഴ്ചകൾ ഇന്ത്യയുടെ പല ഭാഗത്തും ഈ ഒരു സമയത്ത് നടക്കുന്നുണ്ടായിരുന്നു. ഇനി ഇതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ജയിലിൽ അടച്ചിട്ടുള്ള ചില നേതാക്കന്മാർ, ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ജയപ്രകാശ് നാരായണനെ പോലെയുള്ള ആളുകൾ ജയിൽ ചാടി പുറത്തു വന്നിട്ട് ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് കാണാം. ഇനി ഇത് മാത്രമല്ല, ഇന്ത്യയിലെ പല ഭാഗത്തും ഇൻസ്പയർഡ് ആയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു സമരം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു നേതാവിൻ്റെ ആവശ്യം തന്നെ ഇല്ലായിരുന്നു എന്ന് കാണാം. സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, വിദ്യാർത്ഥികൾ, യുവാക്കൾ, കൃഷിക്കാർ, കച്ചവടക്കാർ, അതുപോലെ തന്നെ ഫാക്ടറി വർക്കേഴ്സ്, ഇങ്ങനെയുള്ള ആളുകളെല്ലാം അവരായിരിക്കുന്ന മേഖലകളിൽ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതും ഈ ഒരു ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി ഇത് മാത്രമല്ല, ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ പാരലൽ ഗവൺമെൻറ്റുകൾ ഉയർന്നു വരികയാണ്. അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെൻറ് അവിടെയുണ്ട്, അവരെ വെല്ലുവിളിച്ചുകൊണ്ട് അവരോട് യാതൊരു തരത്തിലും സഹകരിക്കാതെ ജനങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പാരലൽ ഗവൺമെൻറ്റുകൾ ഉയർന്നു വരുന്നത്. 1942 ഓഗസ്റ്റ് മാസത്തിൽ തന്നെ യു-പിയിലെ ബലിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ചിത്തു പാണ്ഡെ എന്ന ആളുടെ നേതൃത്വത്തിൽ ഇതുപോലെ ആദ്യത്തെ ഒരു പാരലൽ ഗവൺമെൻറ് ഉയർന്നു വരുന്നത് കാണാം. പിന്നീട് ബംഗാൾ, അതുപോലെ തന്നെ ബോംബെയിലെ സത്താര പോലെയുള്ള പ്രദേശങ്ങളിലും ഇതുപോലെയുള്ള പാരലൽ ഗവൺമെൻറ്റുകൾ ഉയർന്നു വരികയും 1-2 വർഷം അത് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് ഈ ഒരു സമയത്ത് പ്രധാനപ്പെട്ട കാഴ്ചയായിരുന്നു. ഇനി ഇത് മാത്രമല്ല, ഈ ഒരു ക്വിറ്റ് ഇന്ത്യ സമരം പല സമയങ്ങളിലും അക്രമാസക്തമായി മാറുകയും ചെയ്യുന്നുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അധികാര ചിഹ്നങ്ങൾക്കെതിരെ എല്ലാം ജനങ്ങൾ അക്രമം നടത്തുകയാണ്. പോലീസ് സ്റ്റേഷനുകൾ, കോടതികൾ, പോസ്റ്റ് ഓഫീസുകൾ, ഇങ്ങനെയുള്ള കെട്ടിടങ്ങളെല്ലാം ആക്രമിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ടെലഗ്രാഫ് ലൈനുകൾ, റെയിൽവേ ലൈനുകൾ, പാലങ്ങൾ, ഇവയ്ക്കെതിരെയെല്ലാം ആക്രമണം നടത്തുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ചില സംഭവങ്ങളും ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വരുന്നു എന്ന് കാണാം. അപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരെ ജയിലിലടച്ചുകൊണ്ട്, കോൺഗ്രസ് പാർട്ടിയെ ബാൻ ചെയ്തുകൊണ്ട് നേതാക്കന്മാരില്ലാത്ത ഈ ഒരു സമരം അവസാനിപ്പിക്കുമെന്നുള്ള ബ്രിട്ടീഷുകാരുടെ ധാരണ ഇവിടെ തെറ്റിപ്പോവുകയാണ്. അപ്പോൾ അവർ അവരുടെ രണ്ടാമത്തെ പ്ലാൻ മുന്നോട്ട് വെക്കുകയാണ്. മഹാത്മാഗാന്ധിയുടെയൊക്കെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ളൊരു സമരം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നും അതിൻ്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്ന് ആളുകൾ അറിയുമ്പോൾ മാത്രമാണല്ലോ അവർ ഈ സമരത്തിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആരും അറിയാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ ഇന്ത്യൻ മീഡിയയുടെ മുകളിൽ വലിയ രീതിയിലുള്ള ഒരു സെൻസർഷിപ്പ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏർപ്പെടുത്തുകയാണ്. യാതൊരു തരത്തിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയും ഒരു ഇന്ത്യൻ മീഡിയയും പ്രിൻറ്റ് ചെയ്യാതിരിക്കാനുള്ള എല്ലാ നടപടികളും ബ്രിട്ടീഷ് ഗവൺമെൻറ് മുന്നോട്ട് വെക്കുകയാണ്. എന്നാൽ ഇതിനെയും കൃത്യമായി മറികടക്കാൻ സമരക്കാർക്ക് സാധിക്കുകയാണ്. വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള ശ്രീമതി ഉഷ മേത്തയുടെ നേതൃത്വത്തിൽ ബോംബെയിൽ നിന്നും ഒരു അണ്ടർഗ്രൗണ്ട് റേഡിയോ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഈ അണ്ടർഗ്രൗണ്ട് റേഡിയോയിലൂടെ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള കൃത്യമായ വാർത്തകൾ ഏകദേശം ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഈ ഒരു റേഡിയോയുടെ ഉറവിടം എവിടെയാണ്, ഇതിൻ്റെ ഓപ്പറേഷൻസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 3 മാസം ബ്രിട്ടീഷുകാർ പരിശ്രമിക്കുന്നു. 3 മാസത്തിന് ശേഷം മാത്രമാണ് ഈ റേഡിയോയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ അവർക്ക് സാധിച്ചത്. പക്ഷേ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എത്തേണ്ടിടത്ത് എത്തിയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ആ ഒരു പദ്ധതിയും പരാജയപ്പെടുകയാണ്. അപ്പോൾ എല്ലാ രീതിയിലും ബ്രിട്ടീഷുകാരുടെ പദ്ധതികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ ഭൂരിഭാഗം ആളുകളെ അണിനിരത്തിക്കൊണ്ട് അന്ന് വരെ ഇന്ത്യ കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും വലിയൊരു സമരമായിട്ട് ഈ ക്വിറ്റ് ഇന്ത്യ സമരം മാറുകയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇത് മാത്രമല്ല, ഇതേ കാര്യം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിന് എഴുതിയിട്ടുള്ള ഒരു കത്തിൽ അന്നത്തെ ഇന്ത്യൻ വൈസ്രോയി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇതാണ്: 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സമരമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് അദ്ദേഹം അന്ന് ആ കത്തുകളിലൂടെ പറഞ്ഞത്. അപ്പോൾ ഈ രീതിയിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട സമരമായിട്ടുള്ള ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച് മുന്നോട്ട് പോയത് എന്നും അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഒരു വലിയ തലവേദനയായി മാറിയത് എന്നുള്ളതും തിരിച്ചറിയാം. പക്ഷേ ഈ രീതിയിലെല്ലാം ഇന്ത്യയിലെ ഭൂരിഭാഗം ആളുകളുടെയും പിന്തുണയോടുകൂടി ക്വിറ്റ് ഇന്ത്യ സമരം മുന്നോട്ട് പോകുമ്പോഴും പല പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ഈ സമരത്തിന് ഇല്ലായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിൽ പ്രധാനപ്പെട്ട 3 പാർട്ടികളാണ് മുസ്ലിം ലീഗ്, ഹിന്ദു മഹാസഭ, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പാകിസ്ഥാൻ എന്നൊരു വിഭജനം നടത്തുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള തീരുമാനമെടുക്കാതെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒരു പവർ ട്രാൻസ്ഫർ ഉണ്ടാവരുത് എന്നുള്ളതായിരുന്നു അവരുടെ തീരുമാനം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തെ പിന്തുണയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ സമരത്തെ എതിർക്കുന്നു. ഇനി ഹിന്ദു മഹാസഭയുടെ ഭാഗത്തു നിന്ന് നോക്കിയാലും അതിൻ്റെ പല പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തെ വ്യക്തമായി എതിർക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഈ സമരത്തെ എങ്ങനെ അടിച്ചമർത്താമെന്നുള്ള നിർദ്ദേശങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കത്തുകളിലൂടെ കൈമാറുകയും ചെയ്യുന്നത് കാണാം.
ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് സോവിയറ്റ് യൂണിയനും ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് യുദ്ധം നടത്തുകയായിരുന്നു എന്ന് മാത്രമല്ല, ഈ ക്വിറ്റ് ഇന്ത്യ സമരമൊക്കെ നടക്കുന്ന സമയത്ത് ഈ നാസി പടയുടെ ഭാഗത്തു നിന്നും സോവിയറ്റ് യൂണിയനെതിരെ അക്രമം ഉണ്ടാകുന്നതുകൊണ്ട് ഇതൊരു ക്യാപിറ്റലിസ്റ്റ് വാറല്ല, മറിച്ചൊരു പീപ്പിൾസ് വാറാണെന്നുള്ളൊരു വാദം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടക്കുന്നതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എതിർക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള സംഘടനകളും പാർട്ടികളും എല്ലാം ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ എതിർത്തിരുന്നു എന്ന് പറയുമ്പോഴും ഈ പാർട്ടികളുടെയും സംഘടനകളുടെയും മതങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ടുള്ള ആളുകൾ അവരുടെ എല്ലാ വ്യത്യാസങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്തിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടന്നിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള വർഗീയ കലാപങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ള കാര്യവും കൂടെ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലെല്ലാം ഈ ക്വിറ്റ് ഇന്ത്യ സമരം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഏത് വില കൊടുത്തും ഈ സമരത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. ഒരുപാട് ആളുകൾ ഈ സമരത്തിൻ്റെ ഭാഗമായി മരണപ്പെടുന്നു എന്ന് മാത്രമല്ല, 1,00,000-ലധികം ആളുകൾ ഈ സമരത്തിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലെല്ലാം ഒരു 1944 ആകുമ്പോഴത്തേക്കും ഈ സമരം അവസാനിക്കുകയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ കഴിയാതെ ഈ സമരം അവസാനിക്കുന്നു. വീണ്ടും വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ഇന്ത്യക്ക് പൂർണ്ണമായി സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്വിറ്റ് ഇന്ത്യ സമരം ഒരു പരാജയമായിരുന്നു എന്നുള്ളൊരു ചോദ്യം പല ഭാഗത്തു നിന്നും ഉയർന്നു വരാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, പഴയതുപോലെ ഇന്ത്യയെ സുഖമായി ഭരിച്ച് മുന്നോട്ട് പോകാൻ ഇനി ഒരുപാട് കാലം സാധിക്കുകയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഈ സമരത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷുകാരുടെ ഇടയിൽ ഉണ്ടാവുകയാണ്. എന്ന് മാത്രമല്ല, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മാത്രമേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ചർച്ചകൾ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരുടെ ഇടയിൽ ഈ യുദ്ധത്തിന് മുന്നേ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഇന്ത്യയിലെ ഭൂരിഭാഗം ആളുകളുടെയും ഇടയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുള്ള ആശയത്തിൻ്റെ വിത്ത് പാകാനും അതിനുവേണ്ടി കൃത്യമായി പോരാടാനുള്ള ഊർജ്ജം കൊടുക്കാനും ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായ കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പിന്നീട് നടന്നിട്ടുള്ള പല പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കും ഈ ക്വിറ്റ് ഇന്ത്യ സമരം പ്രചോദനമായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെങ്കിലും അതിന് 3 വർഷം മുന്നേ അടിച്ചമർത്തപ്പെട്ട ഈ ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടുകളിൽ ഒന്നാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.